താങ്കളുടെ റെസ്റ്റോറൻറ്റ്സിന്റെ സർവീസിനെ പറ്റി കസ്റ്റമേഴ്സിന്റെ അഭിപ്രായം എന്താണ്? വളരെ നല്ല റെസ്പോൺസ് ആണ്. അതായത് നല്ല ഫുഡ് കൊടുത്താൽ എന്നും സജഷൻ ബോക്സ് ഉണ്ട് നമുക്ക്. അതായത് പല സജഷൻസും കിട്ടാറുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാറുണ്ട്. നമ്മള് അന്യ സ്റ്റേറ്റുകാർ റെസ്റ്റോറന്റ് വരാറുണ്ട്. ഒരുപാട് ട്രാവലേഴ്സ് എല്ലാം വരാറുണ്ട്. ഇപ്പൊ നമ്മുടെ വിദേശികളും വരാറുണ്ട്. എല്ലാ ട്രാവലേഴ്സ് പലരും വരാറുണ്ട്. നമ്മുടെ ഒരു ഷോപ്പ് ബൈപ്പാസിലുള്ളതുകൊണ്ടും നമ്മുടെ എറണാകുളം ബൈപ്പാസിലുള്ളതുകൊണ്ടും കണ്ടമാനം ട്രാവലേഴ്സ് പോകുന്നൊരു. ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ബൈപ്പാസിലുള്ളതിലാണോ അതേ നമ്മുടെ പാലാരിവട്ടത്ത്? അതെ, ട്രാവലേഴ്സ്. അതായത് ഈ എറണാകുളം വഴി സഞ്ചരിക്കുന്ന ആൾക്കാരെ എല്ലാവരും ബൈപ്പാസിൽ തന്നെയാണ്. പാലാരിവട്ടത്താകുമ്പോൾ അവിടെ പാർക്കിങ്ങിനൊക്കെ വളരെ ബുദ്ധിമുട്ടില്ലേ? അതെ, പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉണ്ടോ? പാർക്കിംഗ് ഫെസിലിറ്റീസ് കുറവാണ് നമുക്ക്, എന്നാലും നോർമലി ഉണ്ട് എല്ലായിടത്തും. വിദേശികൾക്ക് ഇത് വളരെ താല്പര്യം ഉള്ളതാണോ? തീർച്ചയായിട്ടും. അതായത് ഹെൽത്തി ഫുഡ് ആയതുകൊണ്ട് കണ്ടുപോകാൻ വിദേശികളും പ്രിഫർ ചെയ്യുന്ന ഒരു ഫുഡാണ് അറബിക് ഫുഡ് കഴിക്കാനായിട്ട്. എന്തെങ്കിലും അറബീസ് വന്നിട്ടുണ്ട്. നമ്മുടെ അറബികൾ കൊച്ചിയിൽ വരുമ്പോഴും തൃശ്ശൂർ വരുമ്പോഴും പലപ്പോഴും കാണാനും പരിചയപ്പെടാനും ഇടയായിട്ടുണ്ട്. അറബീസ് അവർക്ക് അതേ ടേസ്റ്റ് ആയിട്ട് നമ്മൾ നിലവാരത്തിൽ കൊടുക്കുന്നുണ്ട്. അത് ശരി, അത് നല്ലൊരു കാര്യമാണ്. അവരും സജഷൻ ബോക്സിൽ നല്ല അഭിപ്രായം രേഖപ്പെടുത്താറുണ്ട്. എന്ത് ബിസിനസ്സാണ് ബാംഗ്ലൂരിൽ ആരംഭിക്കാൻ പോകുന്നത്? ബാംഗ്ലൂര് ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. അതൊരു നമ്മളൊരു സൗണ്ട് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ അത് ഇല്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എ റഹ്മാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഡബിംഗ് അല്ല, പ്രോപ്പർ റെക്കോർഡിംഗ്സ്, സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ്. എനിത്തിങ് റിലേറ്റഡ് ടു സൗണ്ട്. എല്ലാം. അത് മാത്രമല്ല ഫിലിം ടെക്നോളജി, ഫിലിമിംഗ്. ഇത് പഠിച്ച ആളാണല്ലോ റസൂൽ പൂക്കുട്ടി. സെയിം തിങ്. റസൂൽ പൂക്കുട്ടി ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതിനാദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലോ, 1-2 കോളേജസ് ഉള്ളൂ ഇന്ത്യയിൽ ആകെ സൗണ്ട് എഞ്ചിനീയറിംഗ് ഉള്ള കോളേജസ്. 1-2 ഉള്ളൂ. അതും ബോംബെയിലും സൗത്ത് ഇന്ത്യയിലില്ല. ചെന്നൈയിലുണ്ട്. ബോംബെയിലും ചെന്നൈയിലും മാത്രമേ ഉള്ളൂ. നമ്മള് ഫസ്റ്റ് ബ്രാഞ്ച് മണിപ്പാൽ യൂണിവേഴ്സിറ്റി ആയിട്ട് ടൈപ്പ് ആയിട്ട് നമ്മൾ ബാംഗ്ലൂർ വരുന്നതാണ്. അപ്പൊ അവിടെ പഠിക്കുന്ന കോഴ്സുകളിന് എത്ര ഡ്യൂറേഷൻ കാണും? നമുക്ക് പല കോഴ്സുകളുണ്ട്. 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, പിന്നെ 4 ഇയർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം, പിന്നെ പല ഡിപ്ലോമ കോഴ്സുകളും 5-6 മാസത്തെ തൊട്ട് 1 കൊല്ലം 2 കൊല്ലത്തെ പല ഡിപ്ലോമ കോഴ്സുകൾ, അങ്ങനെ പല കോഴ്സുകളുണ്ട്. വേറെ ദുബായിലുള്ള ബിസിനസ്സുകളെ പറ്റി താങ്കൾ എന്ത് പറയുന്നു? ദുബായിലെ ബിസിനസ്സുകൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതാണോ? റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് 1 കൊല്ലം പോലും ആയിട്ടില്ല. അപ്പൊ അത് റീസെന്റ് കുഴപ്പമില്ല. നമുക്ക് റിസെഷനൊന്നും വലിയ കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ ഒട്ടും ഈ ബിസിനസിനെ ബാധിക്കില്ല. ഇല്ല, കാരണം ഇതിപ്പോ ഏതൊരു കമ്പനി ആണെങ്കിലും, ഒരു ഓട്ടോമേഷൻ ഇൻഡസ്ട്രി ആണെങ്കിൽ, ഏത് കമ്പനിക്കാണെങ്കിലും കൺട്രോൾ പാനൽസ് അത്യാവശ്യമാണ്. അപ്പൊ അതില്ലാതെ വേറൊരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വളരെ അത് വളരെ മുതൽക്കൂട്ടായി വരികയും ചെയ്യും. പിന്നെ ഫാമിലിയിലെ ഉള്ള സപ്പോർട്ട്, അതായത് പിതാവിന്റെ പ്രിൻസിപ്പിൾസ് താങ്കളെ ഈ ബിസിനസ്സിൽ എത്രമാത്രം സ്വാധീനിച്ചു? തീർച്ചയായിട്ടും ഫാമിലി സപ്പോർട്ട് എനിക്ക് ഒരു 100% സപ്പോർട്ട് തന്നെ പറയാം. എന്റെ ബ്രദറും ബിസിനസ്സിലും എല്ലാത്തിലും ബ്രദർ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫാദറും പിന്നെ ഫാദറിന്റെ എത്തിക്സ് ഫോളോ ചെയ്യാറുണ്ട്. ബിസിനസ് ഫീൽഡ് തന്നെയാണ്. എന്റെ എല്ലാ ബിസിനസ്സിലും ആളും ഹെൽപ്പ് ചെയ്യാറുണ്ട്. മാനേജിംഗിലും ഉണ്ട് പല ബിസിനസ്സുകൾ. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ചതാണ്. പിന്നെ എത്തിക്സിനെ കുറിച്ച് പറയണമെങ്കിൽ ഫാദറിനേക്കാൾ കൂടുതൽ എന്റെ ഗ്രാൻഡ് ഫാദർ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. ഇപ്പോഴും ഉണ്ട് ആള്. ഹീസ് 90 നൗ. അപ്പോ ആള് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. അപ്പൊ ആളുടെ എത്തിക്സ് കണ്ടുപോകാൻ എന്റെ ലൈഫിൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആളുടെ ചിട്ടയും എല്ലാ കാര്യങ്ങളും, ആളുടെ ഫുൾ സോഷ്യലൈസിങ്, എല്ലാ കാര്യങ്ങളും വലിയൊരു കാര്യം തന്നെയാണ് എന്റെ ലൈഫിൽ. ദൈവവിശ്വാസിയാണോ താങ്കൾ? ദൈവവിശ്വാസം നമുക്ക് വേണമല്ലോ. ദൈവം പാതി താൻ പാതി എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസം ഇല്ലാതെ ഒരു കാര്യം മുന്നോട്ട് പോകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വിദ്യാഭ്യാസം അയർലൻഡിൽ ചെയ്യാനുണ്ടായ കാരണം എന്താണ്? ഏതെങ്കിലും സുഹൃത്തുക്കളോ അത് എനിക്ക് അയർലൻഡിൽ MBA കംപ്ലീറ്റ് ചെയ്തതും പല കോഴ്സുകളും ചെയ്ത കണ്ടമാന സുഹൃത്തുക്കളുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ പോകുന്ന വർഷം 2004 അയർലൻഡ് ദ ബെസ്റ്റ് കൺട്രി ടു ലിവ് ഇൻ ദ വേൾഡ് അവാർഡൊക്കെ കിട്ടിയിരുന്നു ആ വർഷം അയർലൻഡിന്. പിന്നെ അതും പിന്നെ പൊതുവെ അവിടുത്തെ ക്ലൈമറ്റ് തണവാണല്ലോ. അപ്പോൾ കോൾഡ് കൺട്രീസിനോട് എനിക്ക് താല്പര്യം കൂടുതലാണ്. അങ്ങനെ പൊതുവെ എല്ലാം കൊണ്ടാണ് ഞാൻ അയർലൻഡ്. അല്ല, അവിടുത്തെ കൾച്ചർ പൊതുവെ അയർലൻഡ് വളരെ പീസ്ഫുൾ കൺട്രിയാണ്. റേസിസം എല്ലാം കുറവാണ് കമ്പാരിറ്റീവ്ലി ഇപ്പൊ ബാക്കി UK അങ്ങനത്തെ കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ. അതുകൊണ്ടൊക്കെ തന്നെ അയർലൻഡ്. പിന്നെ അവിടുത്തെ നമ്മുടെ പ്രകൃതി ഭംഗി, അങ്ങനെ ഇതുകളെല്ലാം
കൊണ്ട് തന്നെയാണ് അയർലൻഡ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. അവിടുത്തെ കൾച്ചർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവരുടെ ജീവിത രീതി എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ രീതിയിലുള്ള ഫുഡാണ് അവിടെ കഴിക്കുക? കാരണം താങ്കൾ റെസ്റ്റോറൻറ്റുകളുടെ ഉടമയാണ്. അപ്പോൾ അവിടുത്തെ ഈ ഐറിഷ് ഫുഡ് അത് എന്തൊക്കെയാണ് വരുന്നത് മെയിനായിട്ട്? അത് ഇവിടെ അഡോപ്റ്റ് ചെയ്യാത്ത കാരണം? ഐറിഷ് ഫുഡ് കൂടുതലും വളരെ ലൈറ്റ് ഫുഡ്സ് ആണ്. നോർമലി നമ്മുടെ ഇന്ത്യൻ ഫുഡോ ഇതുപോലെ അങ്ങനെ കണ്ടമാനം മസാലാസോ അല്ലെങ്കിൽ സ്പൈസോ അങ്ങനെ അധികം സ്പൈസി അല്ല ഫുഡ്. വളരെ ലൈറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫുഡ് അവിടുത്തെ എല്ലാം. പിന്നെ നമ്മുടെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പല സ്റ്റാർ ഹോട്ടൽസിലെല്ലാം യൂറോപ്യൻ ഫുഡ് ലഭിക്കും. പക്ഷേ നോർമലി ഈ അവിടുത്തെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ്, ഫുഡ് മെറ്റീരിയൽസ് എല്ലാം ഇവിടെ കിട്ടില്ല. അപ്പോൾ അത് പുറത്തുനിന്ന് തന്നെ സ്വാഭാവികമായിട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പം നമുക്ക് ഒരു കസ്റ്റമറിന് ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ അത് വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നോർമൽ റെസ്റ്റോറൻറ്റ്സിലൊന്നും യൂറോപ്യൻ ഫുഡ് കിട്ടൽ വളരെ കുറവാണ്. അപ്പോൾ അത്രയും സ്പെൻഡ് ചെയ്ത് കഴിക്കാൻ ഇപ്പോൾ നോർമലി ആൾക്കാർ ഒരു 5 സ്റ്റാർ or 7 സ്റ്റാർ ഹോട്ടലാണ് ഓപ്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് യൂറോപ്യൻ ഫുഡ് നമ്മുടെ നാട്ടിൽ അധികം വരാത്തത് തന്നെ. ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. ഹോട്ടൽസ് ഉണ്ട് തീർച്ചയായിട്ടും. 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിലെല്ലാം പല ക്യൂസീൻസ് ഉണ്ടാവും. യൂറോപ്യനോ അല്ലെങ്കിൽ ഇറ്റാലിയൻ, എനി ഫുഡ്സ്, എനി ക്യൂസീൻ അവൈലബിൾ ആണ്. ഈ ഹോട്ടൽ ഫീൽഡിലേക്ക് വരാനുണ്ടായ വാസ്തവത്തിലുള്ള കാരണം വീട്ടിൽ നിന്നുള്ള സമ്മർദ്ദമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇൻബോൺ ആയിട്ടുള്ള? അതെ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ടേസ്റ്റി ഫുഡിനോട് വളരെ താല്പര്യമുള്ള ഒരാളാണ് ചെറുപ്പം തൊട്ട് തന്നെ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ വളരെ ഒരു ക്ലോസ് ഫ്രണ്ട്, ആളുടെ പേര് അസീം എന്നാണ്. ആള് ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ ആളുടെയും ഒരു ഇൻസ്പിറേഷൻ, രണ്ടുപേരുടെയും ഒരേ എന്റെയും ആളുടെയും വളരെ സിമിലർ നേച്ചറാണ്. അപ്പൊ അങ്ങനെയെല്ലാം കൊണ്ടും എന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനെയാണ്, അതും കൂടി ഒരു മെയിൻ ഫാക്ടറാണ്. എറണാകുളത്ത് റെസ്റ്റോറന്റ് ഒരുമിച്ചാണ് അതെ അതെ ഒരുമിച്ചാണ് പോകുന്നത്. രണ്ടുപേർക്കും ഒരേ ടേസ്റ്റി ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും ഈക്വലി നമ്മള് ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായതുകൊണ്ടും എല്ലാം കൊണ്ടും ഞങ്ങൾ ഒരുമിച്ചാണ് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ചെയ്യുന്നത്. പിന്നെ ഈ തിരക്കിനിടയിലുള്ള സമയം നമുക്ക് എന്താണ് ഹോബീസ് ആയിട്ട്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവ് സമയങ്ങൾ വളരെ കുറവാണ്. എന്നാലും ട്രാവലിംഗ് എൻ്റെ ഒരു നല്ലൊരു ഹോബിയാണ്. ട്രാവൽ ചെയ്യുക, പുതിയ അതെ, ഡ്രൈവിംഗ് ഒരു പാഷനാണ്. ഞാൻ സെൽഫ് ഡ്രൈവിംഗ് ആണ്. ഇപ്പൊ ഡ്രൈവറോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പൊ സെൽഫ് ഡ്രൈവിംഗ് ആണ്, കാർസ്, അതിനോടുള്ള ഒരു പാഷൻ ഉണ്ട്. അതൊക്കെയാണ് കൂടുതൽ. വേറെ എന്റർടൈൻമെന്റ്സ് ഒന്നും ഇല്ല? നമ്മൾ ഈ ഡ്രൈവിംഗ് മാത്രമേ ഉള്ളൂ? അതെ, അങ്ങനെയല്ല. വേറെ ടൂറിസ്റ്റ് പ്ലേസുകൾ? തീർച്ചയായും ട്രാവലിംഗും പറഞ്ഞല്ലോ, എനിക്ക് പുതിയ പുതിയ രാജ്യങ്ങൾ പോവുക, കാണാൻ, അതെല്ലാം വളരെ ഇൻട്രസ്റ്റഡ് ആണ്. ഇത്രയും ബിസി ടൈമിനിടയിലും നമ്മോടൊപ്പം ചെലവഴിച്ച വിവേകിനും അറേബ്യൻ റെസ്റ്റോറൻറ്റ്സിനും അതിൻ്റെ സഹോദര സ്ഥാപനങ്ങളും വളരെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ, ഇനിയും എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. പ്രേക്ഷകരോടായി ഇന്നത്തെ ചോദ്യം: അയർലൻഡിന്റെ ക്യാപിറ്റൽ ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, അയർലൻഡിന്റെ ക്യാപിറ്റൽ ഏതാണ്? വിളിക്കേണ്ട ഞങ്ങളുടെ ഫോൺ നമ്പർ 0484231778. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778.